119 സങ്കീർത്തനം 126 വാക്യത്തിലേക്ക് 119 Psalms 119, 126. യഹോവേ, ഇത് നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയമാകുന്നു. അവർ നിന്റെ ന്യായപ്രമാണം ദുർബലമാക്കിയിരിക്കുന്നു. യഹോവേ, ഇത് നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയമാണ്. ദൈവത്തിന് അങ്ങനെ പ്രവർത്തിപ്പാൻ പ്രത്യേക സമയമല്ലോ ഉണ്ടോ? ദൈവത്തിന് സമയവും ദൈവത്തിന് പ്രവർത്തിപ്പാനുള്ള സമയമല്ലേ എന്ന് നമുക്ക് നോക്കും. പക്ഷേ ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒരു സമയമുണ്ട്, ഒരു അപ്പോയിന്റഡ് ടൈമുണ്ട്. ഭൂമിക്ക് കീഴിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ അപ്പോയിന്റഡ് ടൈം അനുസരിച്ചാണ് നടക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ ഹിതം അറിയുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റാ ദൈവത്തിൻ്റെ ടൈം അറിയുക. നോയിങ് ദ വിൽ ഓഫ് ഗോഡ് ഈസ് ഇമ്പോർട്ടൻറ്റ്. സെയിം ടൈം നോയിങ് ദ ടൈം ഓഫ് ഗോഡ്. സമയം അറിഞ്ഞ് പ്രാർത്ഥിക്കുക, കാലങ്ങൾ അറിഞ്ഞ് പ്രാർത്ഥിക്കുക. എങ്ങനെയാ ദൈവത്തിൻ്റെ സമയങ്ങൾ അറിയുന്നേ? മാനുഷിക കണക്കുകൾ അല്ലെങ്കിൽ മാനുഷിക സമയങ്ങളുണ്ട്. അതിന് ക്രോണോസ് എന്നാണ് പറയുന്നത്. നമ്മുടെ ഭിത്തിയിലിട്ടിരിക്കുന്ന നമ്മുടെ കലണ്ടർ, നമ്മുടെ ആ കലണ്ടർ അനുസരിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. കർത്താവ് ഏപ്രിൽ മാസം 30, 31, മെയ് മാസം ഡിസംബർ 31. അപ്പം നമ്മൾ ഡേറ്റ് ഇടുന്നതെല്ലാം നമ്മുടെ ഭിത്തിയിൽ കിടക്കുന്ന കലണ്ടറാണ്. പക്ഷെ ദൈവം പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ കലണ്ടർ അനുസരിച്ചാണ്. അതിന് കൈറോസ് എന്ന പദമാണ് പറയുന്നത്. മനുഷ്യൻ്റെ സമയങ്ങളുണ്ട്, ദൈവത്തിൻ്റെ സമയങ്ങളുണ്ട്. എങ്ങനെയാ ഇത് തിരിച്ചറിയുന്നത്? ശലോമോൻ പറയുന്നുണ്ട്, 14 സമയങ്ങൾ എഴുതിയിട്ട് പറഞ്ഞു, ജനിക്കാനൊരു സമയമുണ്ട്, മരിക്കാനൊരു സമയമുണ്ട്, നടാനൊരു സമയമുണ്ട്, അത് പറിക്കാനൊരു സമയമുണ്ട്, വാരിക്കൂട്ടാനൊരു സമയമുണ്ട്, പണിയാനൊരു സമയമുണ്ട്, ഇടിക്കാനൊരു സമയമുണ്ട്. സഭാപ്രസംഗി 3-ാം അധ്യായത്തിൽ പറയുന്നു, എല്ലാറ്റിനും ഒരു സമയം. ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത്, ഫോർ എവറിത്തിങ് ഗോഡ് ഹാസ് ആൻ അപ്പോയിന്റഡ് ടൈം. ദൈവം ഒരു സമയം അപ്പോയിന്റ് ചെയ്തേക്കുക. ആ സമയത്തിന് മുമ്പും നമുക്ക് ചിലത് ചെയ്യാൻ പറ്റത്തില്ല, സമയം കഴിഞ്ഞും ചെയ്യാൻ പറ്റത്തില്ല. മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്കറിയാം, പ്രീ മെച്യൂർ ബേബി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്താ പ്രീ മെച്യൂർ ബേബിയുടെ പ്രത്യേകത? സമയത്തിന് മുമ്പേ അത് ജനിച്ചതാ. അതിന് അതിൻ്റെതായ പോരായ്മകളുണ്ട്. ഇനി സമയം കഴിഞ്ഞ് ജനിക്കുന്നതിന് നമ്മൾ പോസ്റ്റ് മെച്യൂർ എന്നാണ് പറയുന്നത്. സമയം കഴിഞ്ഞു, പിന്നെ അതങ്ങനെ നീട്ടിക്കൊണ്ട് പോകത്തില്ല. പോസ്റ്റ് മെച്യൂർ ബേബിയിലും പ്രശ്നമുണ്ട്, പ്രീ മെച്യൂർ ബേബിയിലും പ്രശ്നമുണ്ട്. പക്ഷേ ആ ഡ്യൂ ടൈം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സമയം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തിന് പ്രവർത്തിപ്പാൻ ഒരു സമയം വെച്ചിട്ടുണ്ട് ദൈവം. അത് തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞ് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോഴാ ദൈവപ്രവൃത്തി സഭയിലും കുടുംബങ്ങളിലും വെളിപ്പെടുന്നത്. എങ്ങനെയാ ദൈവത്തിൻ്റെ സമയം നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയുന്നത്? 400 വർഷം ഇസ്രായേൽ മക്കൾ ഈജിപ്തിൻ്റെ അടിമത്തത്തിലാണ്. ഈ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ കിടന്ന ജനത്തെ വിടിവിക്കാൻ ദൈവം ഒരു അപ്പോയിന്റഡ് ടൈം വെച്ചിട്ടുണ്ട്. ആ ടൈം ഏതാ? ആബീബ് മാസം 14-ാം തീയതി അർദ്ധരാത്രി. ദൈവം പറയാം, ആബീബ് മാസം 10-ാം തീയതി നിങ്ങൾ ഒരു ആട്ടിൻകുട്ടി എന്ത് ചെയ്യണം? വേർതിരിക്കണം. 3 ദിവസം അതിനെ സൂക്ഷിക്കണം. അപ്പൊ ഈ ആബീബ് മാസം 14-ാം തീയതി എന്നുള്ളത് മോശയുടെ കണക്കല്ല, അവിടെയുള്ള ഇസ്രായേലിലെ മൂപ്പന്മാരുടെ കണക്കല്ല. തൻ്റെ ജനത്തെ വിടിവിച്ച് പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിനൊരു അപ്പോയിന്റഡ് ടൈം ഉണ്ടെങ്കിൽ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവത്തിന് നമ്മളെ വിടിവിച്ചെടുക്കാൻ ഒരു ടൈം ദൈവം സെറ്റ് ചെയ്തിട്ടുണ്ട്. കാലങ്ങളും സമയങ്ങളും അറിയുക. അടയാളം ചോദിച്ചു ചെന്നവാ ശാസ്ത്രിമാരോടും പരീശന്മാരോടും കർത്താവ് ചോദിച്ചൊരു പദം ഉണ്ടല്ലോ. എന്തുവാ ചോദിച്ചത്? ആകാശം ചുവന്ന് കണ്ടാൽ ഇന്ന് നല്ല തെളിവാകുമെന്ന് നിങ്ങൾ പറയത്തില്ലേ?
ആകാശം ഇരുണ്ടു മൂടി കണ്ടാൽ ഇന്ന് മഴ പെയ്യുമെന്ന് നിങ്ങൾ കണ്ടിട്ടില്ലേ? കാലത്തിന്റെ ലക്ഷണങ്ങൾ, കാലാവസ്ഥയുടെ ലക്ഷണങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എന്തുകൊണ്ട് ദൈവത്തിന്റെ സമയം നിങ്ങൾ അറിയുന്നില്ല? ദൈവം ഓരോന്നും പ്രവർത്തിക്കാൻ ദൈവത്തിനൊരു അപ്പോയിന്റഡ് ടൈം ഉണ്ടെങ്കിൽ, മോശയുടെ നിലവിളിയും ദൈവത്തിന്റെ ഇസ്രായേൽ ജനത്തിന്റെ നിലവിളിയും ഒരുപോലെ ദൈവത്തിന്റെ സന്നിധിയിൽ എത്തി. അതുകൊണ്ട് എൻ്റെ ജനത്തിന്റെ കഷ്ടത അത് അപ്പോയിന്റഡ് ടൈമിലേക്ക് എത്തുക, ഓരോ ജനതയെ വിടുവിക്കാൻ. ഇനി നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവത്തിന്റെ പ്രവൃത്തിയുടെ സമയം പിശാചിന് നന്നായിട്ട് അറിയാം. 400 വർഷം കഴിയുമ്പോൾ 4-ാം തലമുറ ഈജിപ്തിൽ നിന്ന് പുറത്തു വരണമെന്നുള്ള ദൈവത്തിന്റെ പ്രോമിസാ. ഇത് വല്യപ്പച്ചനായ അബ്രഹാമിനോട് പറഞ്ഞതാ ദൈവം. നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് എത്ര വർഷം കിടക്കും? 400 വർഷം. 4-ാം തലമുറ അവിടുന്ന് എന്ത് ചെയ്യും? പുറത്തു വരും. 4-ാം തലമുറ പുറത്തു വരുമെന്ന് പറഞ്ഞത് പിശാച് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവൻ എണ്ണാൻ തുടങ്ങി. 1-ാം തലമുറ ലേവി, 2-ാം തലമുറ കെഹാത്ത്, 3-ാം തലമുറ അമ്രാം. അങ്ങനെയാണെങ്കിൽ 4-ാം തലമുറയിൽ ഒരു വിടുതൽ ഈ ജനത്തിനുണ്ടെന്നറിഞ്ഞവൻ പെട്ടെന്ന് കയറി എന്ത് ചെയ്തെന്നറിയാമോ? ഫറവോന്റെ സിംഹാസനത്തിൽ കയറി പ്രവർത്തിക്കാൻ തുടങ്ങി. ഇനി ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെ മുഴുവനും കൊന്നുകളയണം, ഒരു വിടുതൽ ഇവിടെ നടക്കരുത്. ഇന്ന് പകൽ ഡിക്ലെയർ ചെയ്യണം പിശാചിനോട്, മുഴുവൻ ആൺതലമുറയെയും നീ നദിയിൽ എറിഞ്ഞ് കൊന്നുകളഞ്ഞാലും ഒരു കുഞ്ഞിനെ ദൈവം സൂക്ഷിക്കും, ഒരു കുഞ്ഞിനെ ദൈവം പരിപാലിക്കും. മറ്റൊന്നിനുമല്ല, വല്യപ്പച്ചനോട് 400 വർഷം മുമ്പ് ദൈവം പറഞ്ഞ ഒരു പ്രവചനം നിവർത്തിയാകാൻ ഒരു പൈതലിനെ ഒരു ഞാങ്ങണ പെട്ടകത്തിനകത്ത് നദിക്കകത്ത് സൂക്ഷിച്ച് കൊട്ടാരത്തിനകത്തിട്ട് വളർത്തി പുറത്തു കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ ഇന്ന് പകൽ വിശ്വസിക്ക്. ദൈവം നിങ്ങളോട് പറഞ്ഞത്, ഈ സഭയോട് പറഞ്ഞത് നിവർത്തിക്കാനുള്ള സമയം അടുക്കുമ്പോൾ, ഓ ജീസസ്, ഒരു ദൈവപ്രവൃത്തി അല്ലേ ഒരു വിടുതൽ നടക്കുന്നുവെന്ന് പിശാചിന് നന്നായിട്ട് അറിയാം. ആ സമയമാകുമ്പോൾ ഒന്നുമല്ലേ ഒരു കുടുംബകലവും കൊണ്ടുവന്നിടും. കാരണം വാതൊക്കെ വന്ന നന്മ തിരിച്ചങ്ങ് പോകണം. അതുവരെ ഇല്ലാത്തൊരു പ്രശ്നം. ഏതെങ്കിലും ഒരു സഭയിൽ ഒരു ദൈവപ്രവൃത്തി നടക്കണമെന്നുണ്ടെങ്കിൽ അതുവരെ ഇല്ലാത്തൊരു പ്രശ്നം ഏതെങ്കിലും ഒരു ഞാഞ്ഞൂലങ്ങ് എഴുന്നേക്കും. കാരണം ഒരു കലഹം ഉണ്ടായാൽ ദൈവപ്രവൃത്തി നടക്കാതെ പോകുമല്ലോ. ദൈവത്തിൻ്റെ സമയങ്ങളെ തിരിച്ചറിയാൻ കഴിയണം. ദൈവത്തിന് പ്രവർത്തിപ്പാൻ സമയമുണ്ട്. സങ്കീർത്തനക്കാരൻ അത് തിരിച്ചറിഞ്ഞിട്ട് പറയുക, യഹോവേ, ഇത് നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയമാണ്. വാഗ്ദത്തം കേൾക്കാനൊരു സമയമുണ്ടെങ്കിൽ വാഗ്ദത്തം നിവർത്തിയാകാനും ഒരു സമയമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിലേക്ക് ഒന്ന് വരാമോ? ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം, അതിൻ്റെ 1-2 വാക്യങ്ങളൊന്ന് വായിക്കാമോ? യഹോവ താൻ അരുളി ചെയ്തിരിക്കുന്നത് പോലെ സാറയെ സന്ദർശിച്ചു. താൻ വാഗ്ദത്തം ചെയ്തിരുന്നത് യഹോവ സാറയ്ക്ക് നിവർത്തിച്ചു കൊടുത്തു. അബ്രഹാമിന്റെ വാർദ്ധക്യത്തിൽ ദൈവം അവനോട് അരുളി ചെയ്തിരുന്ന അവധിക്ക് സാറ ഗർഭം ധരിച്ചു. അവധിക്ക് അപ്പൊ ദൈവം 25 വർഷം മുമ്പ് പറഞ്ഞ ഒരു കാര്യം ഒരവധി ദൈവം വച്ചേക്കുക. ഈ അവധി എന്നുള്ളത് നാട്ടിൽ നിന്നൊക്കെ വന്നവർക്ക് അറിയാം, കോടതി ഭാഷയാണ്. കേസ് എന്തോ ആയെന്ന് ചോദിക്കുമ്പോൾ പറയത്തില്ല, അവധിക്ക് വെച്ചേക്കുകയാണ്, അവധി വെച്ചേക്കുക, മറ്റൊരു ഡേറ്റ് തന്നേക്കുക. കോടതി ലാംഗ്വേജ് അത്. പ്രവാചകനായ ഹബൂക്കൂക്ക് അത് പറഞ്ഞിട്ടുണ്ട്, ദർശനത്തിനൊരു അവധിയുണ്ട്. ആ പദം നമ്മൾ ശ്രദ്ധിക്കണം. ദൈവം പറഞ്ഞത്, അബ്രഹാമിനോട് അരുളി ചെയ്തിരുന്നത് അവധിക്ക്, ആ കറക്റ്റ് ഡേറ്റിന് സാറ ഗർഭം ധരിച്ചു. പ്രായം അവിടെ വിഷയമല്ല, ഗർഭപാത്രത്തിന്റെ നിർജീവത്വം അവിടെ വിഷയമല്ല. ദൈവത്തിനൊരു അപ്പോയിന്റഡ് ടൈം ഉണ്ടെങ്കിൽ ആ ടൈമിന് മെഡിക്കൽ റിപ്പോർട്ട് എന്തു പറയുമെന്നുള്ളത് വിഷയമല്ല. ദൈവം അത് നിവർത്തിക്കും. വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തിന് മഹത്വം കൊടുക്കാം. ദൈവത്തിനൊരു സമയമുണ്ട്. ദൈവം ആ സമയത്ത് പ്രവർത്തിക്കുക.
ദൈവം അബ്രഹാമിനോട് 25 വർഷം മുമ്പ് പറഞ്ഞതെങ്കിലും ആ പറഞ്ഞ അവധിക്ക്, ദ ഡ്യൂ ടൈം, ദ പ്രോപ്പർ ടൈം, ദ അപ്പോയിന്റഡ് ടൈം, കർത്താവേ, എൻ്റെ കുടുംബത്തിലും എൻ്റെ ജീവിതത്തിലും ഇങ്ങനെ ഞാൻ അലഞ്ഞ് വലഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യമാണെങ്കിലും എവിടെങ്കിലും കൊണ്ടുവന്ന് ഉറപ്പിക്കുന്ന ഒരു ദിവസമുണ്ട്. പ്രൈസ് ഗോഡ്. എന്നും അരാരാത്ത് പർവ്വതത്തിൽ എത്തുന്നതിന് മുമ്പ് നോഹയുടെ പെട്ടകം ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ ആടി ഉലഞ്ഞ് നടക്കുകയാണെങ്കിലും നോഹേ, എന്നും ഇങ്ങനെ ആടി ഉലഞ്ഞ് നടക്കത്തില്ല. നിന്നെ ഒരു അരാത്ത് പർവ്വതത്തിൽ കൊണ്ടുവന്ന് ഉറപ്പിച്ച് നിർത്താൻ എൻ്റെ ദൈവത്തിന് കഴിയും. നമ്മുടെ സാഹചര്യങ്ങൾക്കപ്പുറമായി ഒരു അപ്പോയിന്റഡ് ടൈം ദൈവം എല്ലാത്തിനും വെച്ചിരിക്കുക. ആ വെച്ചിരിക്കുന്നതനുസരിച്ച് ആ ദൈവം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. വേറൊരു സമയമുണ്ട്. ബിഫോർ ടൈമും ആഫ്റ്റർ ടൈമും പ്രോപ്പർ ടൈമും എന്നൊക്കെ പറയുമ്പോൾ തന്നെ വേറൊരു സമയമുണ്ട്. ആ സമയത്തിന്റെ പേരാ ഫുൾനെസ് ഓഫ് ടൈം. കാലത്തിന്റെ സമ്പൂർണത. അത് ഒരൊറ്റ വ്യക്തിക്ക് വേണ്ടി വെച്ചേക്കുന്ന സമയമാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, 4000 വർഷം ഒരു രക്ഷകനില്ലാതെ ജനം തകർന്നു പോയില്ലേ? 4000 വർഷം അധപ്പതനത്തിലും പാപത്തിലും കിടക്കുക. പക്ഷെ ദൈവം ധൃതി വെച്ചില്ലല്ലോ. യേശുക്രിസ്തുവിന്റെ ജനനത്തിന് സ്വർഗത്തിലെ ദൈവം ഒരു അപ്പോയിന്റഡ് ടൈം വെച്ചിട്ടുണ്ട്. ആ ടൈമിന്റെ പേര് ഗലാത്യലേഖനം 4:4 പറയുക, when the fullness of time came. കാലത്തിന്റെ സമ്പൂർണത വന്നപ്പോൾ, കാലങ്ങളെ നിർമ്മിച്ചവൻ കാലാന്തരിയിൽ ജനിച്ചതിന്റെ പേരാ കാലത്തിന്റെ സമ്പൂർണത. അങ്ങനെ യേശുക്രിസ്തുവിന് ജനിക്കാൻ ഒരു സമയമുണ്ടായിരുന്നെങ്കിൽ യേശുക്രിസ്തുവിന് മരിക്കാൻ ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ ആവർത്തിച്ച് യേശുക്രിസ്തു പറയുന്ന ഒരു പദം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? എൻ്റെ നാഴിക ഇതുവരെ, മൈ ടൈം ഇസ് നോട്ട് യെറ്റ് കം, മൈ അവർ, എൻ്റെ സമയം ഇതുവരെ വന്നിട്ടില്ല, എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. ആലയത്തിൽ നിന്ന് അവനെ കൊണ്ടുചെന്ന് തെള്ളിയിട്ട് കൊല്ലാൻ തുടങ്ങിയപ്പോഴും അതിൻ്റെ ഇടയ്ക്കോടെ കർത്താവ് നടന്നു പോയിട്ട് പറയുക, നാഴിക വന്നിട്ടില്ലട മോനെ, നാഴിക വരാതെ നിനക്കെന്നെ തൊടാൻ പറ്റത്തില്ല. പക്ഷേ 17-ാം അധ്യായത്തിൽ വന്നപ്പോൾ യേശു പറയുക, പിതാവേ, എൻ്റെ നാഴിക വന്നിരിക്കുന്നു. നാഴിക വന്നിട്ടില്ലെന്ന് ആവർത്തിച്ചു പറയുക. ഇവിടേക്ക് വരാൻ ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ, സങ്കീർത്തനക്കാരൻ പറഞ്ഞൊരു പദമുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു. എപ്പോഴാ? ദൈവത്തിന്റെ ഫുൾനെസ് ഓഫ് ടൈം വന്നപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു, പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു, ബിഹോൾഡ് ഐ കം. 4000 വർഷം ഒരു രക്ഷകനില്ലാതെ ലോകം കിടക്കുക. 3000 വർഷം കഴിഞ്ഞിട്ട് എന്താ വരാഞ്ഞേ? പറ്റത്തില്ല. There is an appointed time. ലോകത്തിന്റെ രക്ഷകൻ ബേത്ലഹേമിൽ ജനിച്ചത് അപ്പോയിന്റഡ് ടൈമിലാണെങ്കിൽ, മിനിസ്ട്രിക്ക് ഇറങ്ങിയതും അപ്പോയിന്റഡ് ടൈമിലാ. എന്തിനാ 30 വയസ്സ് വരെ കാത്തിരുന്ന? 12-ാം വയസ്സിൽ ദേവാലയത്തിൽ ചെന്ന് മഹാപുരോഹിതന്മാരോട് തർക്കിച്ച് ജയിച്ചവനല്ലേ? നമ്മളായിരുന്നെ ആ ആഴ്ച കൊണ്ടുവന്ന് ടേബിളെ കയറ്റി നിർത്തി പ്രസംഗിപ്പിച്ചേനെ. അത്ഭുത ബാലൻ പ്രസംഗിക്കുന്നു. ലോറി പിടിച്ച ആൾക്കാർ വരും ബാലനെ കാണാൻ. പക്ഷെ അത്ഭുത ബാലന്റെ പ്രസംഗത്തിനല്ല അവിടെ. മാതാപിതാക്കൾക്ക് പിന്നെയും കീഴ്പ്പെട്ടിരിക്കുക 18 വർഷം കൂടെ. ഫുൾനെസ് ഓഫ് ടൈം ഉണ്ടായിരുന്നു. 30-ാമത്തെ വയസ്സെന്നൊരു പ്രായമുണ്ട്. പബ്ലിക്കലി ടു പ്രീച്ച്, ടു മിനിസ്റ്റർ. അങ്ങനെയെങ്കിൽ ഓരോരുത്തർക്കും ഓരോ സമയം ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയത്തിന് വേണ്ടിയിട്ട് ആ അപ്പോയിന്റഡ് ടൈം നമ്മൾ തിരിച്ചറിയണം. God has an appointed time for everything. ഈ ഭൂമിയിലുള്ള എല്ലാ കാര്യത്തിനും ദൈവത്തിൻ്റെ അപ്പോയിന്റഡ് ടൈം ദൈവം നമ്മൾ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് മനസ്സിലാക്കി പ്രാർത്ഥിക്കുക.
പക്ഷെ ദൈവത്തിൻ്റെ ആ ടൈം അറിയാതെ പോകുന്നതാ അപകടം. നോട്ട് നോയിങ് ദ ടൈം ഓഫ് ഗോഡ്. പെസഹ പാം സൺഡേ നമ്മൾ പ്രസംഗിച്ച ഒരു മെസ്സേജ് ഓർമ്മയുണ്ടോ? നിന്റെ സന്ദർശന കാലം നീ എന്ത് ചെയ്തു? അറിയാതെ പോയി. യു ഡിഡ് നോട്ട് നോ ദ വിസിറ്റേഷൻ, ദ ടൈം ഓഫ് ഗോഡ്. ദൈവം ഭൂമിയിലേക്ക് മനുഷ്യനായി ഇറങ്ങി വന്ന് മനുഷ്യനെ വിസിറ്റ് ചെയ്തത് അറിയാതെ പോയി. അതായിരുന്നു ഫുൾനെസ് ഓഫ് ടൈം. ആ ടൈം അറിഞ്ഞ് രക്ഷകനെ കയറി പിടിക്കണമായിരുന്നു. അതുകൊണ്ടാ നിന്റെ ദൈവത്തെ കണ്ടെത്താകുന്ന സമയത്ത് എന്ത് ചെയ്തോണം? കണ്ടെത്തിക്കോണം. അനുദപിക്കാൻ കിട്ടുന്ന സമയം അനുദപിച്ചോണം. ഇവിടെ വെച്ചൊരു ദൂത് കേട്ടാൽ ഇവിടെ നിന്ന് അങ്ങ് കരഞ്ഞോണം. വീട്ടിൽ ചെന്ന് കരയാമെന്ന് പറഞ്ഞ് കാത്തിരിക്കരുത്. ആരെയും നോക്കരുത്. ഇവിടെ നിന്ന് അങ്ങ് നിലവിളിച്ചങ്ങ് കരഞ്ഞോണം. പിന്നെ അന്തരീക്ഷം കിട്ടത്തില്ല കരയാൻ. എവിടെ ദൈവം അവസരം തരുന്നേ അത് തിരിച്ചറിഞ്ഞ് ദൈവത്തെ കയറി പിടിക്കണം. ഓ ജീസസ്, യു ഡിഡ് നോട്ട് നോ ദ വിസിറ്റേഷൻ. ദൈവം സാക്ഷാൽ ദൈവം മനുഷ്യനായി ഇവിടെ വന്നത് അറിയാതെ പോയി. പക്ഷെ അറിഞ്ഞവരുണ്ടല്ലോ. ഇവിടെ വന്നപ്പോൾ അറിഞ്ഞവരുണ്ട്. അത്ഭുതം ഒന്നും ചെയ്യുന്നതിന് മുമ്പ്, കാനാവിലെ കല്യാണത്തിന് പോയി പച്ചവെള്ളം വീഞ്ഞാക്കുന്നതിന് മുമ്പ് 8 ദിവസം പ്രായമുള്ള ഒരു കുഞ്ഞിനെയും കൊണ്ട് അമ്മയും അപ്പനും പള്ളി ചെന്നായിരുന്നു. only 8 days. അവിടെ ചെന്നപ്പോൾ 2 പേരവിടെ ഉണ്ട്. ചെറുപ്പക്കാരല്ല. ഇന്നത്തെ പോലെ അന്നും പള്ളി കുറെ പ്രായമുള്ളവരുണ്ടായിരുന്നു. അവർ മോർ റിലീജിയസാ. കാരണം അവരുടെ അകത്ത് വചനം കേട്ട് രക്ഷിക്കപ്പെട്ടതാ. അവരിളക്കപ്പെരുപ്പത്തി വന്നതല്ല. ഷിമിയോൻ എന്ന പേര്. ട്രഡീഷൻ പറയുന്നു 113 മാൻ. ആ മനുഷ്യനെ കുറിച്ച് തിരുവചനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: യെരുശലേമിൽ ഷിമിയോൻ എന്ന പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരുന്നവനും പരിശുദ്ധാത്മാവും അവന്റെ മേൽ ഉണ്ടായിരുന്നു. ഈ നീതിമാൻ എന്ന വാക്കിന്റെ അർത്ഥം ശരിയായി പെരുമാറുന്നവനെന്ന്. ശരിയായി പെരുമാറുന്നവൻ. ആ മനുഷ്യൻ ഒരു നീതിമാനാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവൻ ശരിയായി പെരുമാറാൻ പഠിച്ചവൻ. പള്ളിയിലും പെരുമാറും, വീട്ടിലും പെരുമാറും, ജോലിയിലും പെരുമാറും, റോഡിലും പെരുമാറും. കാരണം അവൻ ശരിയായി പെരുമാറാൻ എന്ത് ചെയ്തവനാ? പഠിച്ചവനാ, പരിശീലനം കിട്ടിയവനാ, ഭക്തനാ. ശരിയായി പെരുമാറാനും ഭക്തനുമാണ്. പിന്നെ പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ ഇരിക്കുന്നതിന് എന്തോ തടസ്സം? ആത്മാവും അവൻ്റെ മേൽ ഉണ്ടായിരുന്നെന്ന. അതുമാത്രമല്ല, ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി എന്ത് ചെയ്യുന്നു? അവൻ കാത്തിരുന്നതാ. He was eagerly waiting for the consolation of Israel. You know, there was a Jewish prayer. ആ കാലയളവിൽ ഒരു ജൂയിഷ് പ്രെയർ ഉണ്ട്. ആ പ്രാർത്ഥന ഇങ്ങനെയാണ്: മേ ഐ സീ ദ കൺസോലേഷൻ ഓഫ് ഇസ്രായേൽ. ഞാൻ മരിക്കുന്നതിന് മുമ്പ് ഇസ്രായേലിന്റെ ആശ്വാസം കാണണമേ. ഇങ്ങനെ ഓരോ യഹൂദനും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ളപ്പോഴാ ഈ മനുഷ്യൻ ദേവാലയത്തിൽ ഇരിക്കുമ്പോൾ 8 ദിവസം പ്രായമുള്ള ഒരു കുഞ്ഞിനെയും കൊണ്ട് വരികയാണ്. ഒരത്ഭുതവും നടന്നിട്ടില്ല. പക്ഷേ സന്ദർശനം തിരിച്ചറിഞ്ഞവരുണ്ട്. എല്ലാ കാലയളവിലും സന്ദർശനം തിരിച്ചറിഞ്ഞവരുണ്ട്. വലിയ ന്യായപ്രമാണം അറിയാമെന്ന് പറഞ്ഞവർ സന്ദർശനം തിരിച്ചറിയാതിരിക്കുമ്പോൾ they didn't know the visitation of God. They rejected Christ. But here was a person 113 years. ഈ കുഞ്ഞിനെ കണ്ടുടനെ താൻ വിളിച്ചത് കേട്ടോ: ഇപ്പോൾ നാദാ, ലോഡ്. കാനോച്ചന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഞാനായിരുന്നേ പറഞ്ഞു: എടാ ചക്കരക്കുടമേ. അല്ലേ? ഒരു കുഞ്ഞിനെ കണ്ടാൽ നമ്മളൊക്കെ വിളിക്കുന്നത് എന്തോ? ചക്കരക്കുടമേ, പൊന്നേ, മുത്തേ. പക്ഷെ ഈ കുഞ്ഞിനെ കണ്ടപ്പോൾ മനുഷ്യൻ പറയുക: ഇപ്പോൾ നാദാ, എൻ്റെ കണ്ണ് എൻ്റെ രക്ഷകനെ കണ്ടല്ലോ. ഇനി എന്നെ സമാധാനത്തോടെ വിട്ടേരെ.
എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രാണൻ, എൻ്റെ ആയുസ് പോലും അവൻ്റെ കയ്യിലാ. ഈ കിടക്കുന്ന ചോര കുഞ്ഞിൻ്റെ കയ്യിലാ എൻ്റെ ആയുസ്സെന്ന്. വിസിറ്റേഷൻ തിരിച്ചറിഞ്ഞ മനുഷ്യനാ. He started to praise. He started to sing the song of mission, the song of salvation. രക്ഷയുടെ സംഗീതം, ദൗത്യത്തിന്റെ സംഗീതം തന്റെ വായിൽ നിന്ന് പുറത്തു വരികയാ. Then immediately he stopped praising, he started to prophesy. പെട്ടെന്ന് പാട്ട് നിർത്തിയിട്ട് താൻ എന്ത് ചെയ്യാൻ തുടങ്ങി? പ്രവചിക്കാൻ തുടങ്ങി. തൻ്റെ പ്രവചനത്തിനകത്ത് 3 വാക്കുകൾ ഭയങ്കര ഇമ്പോർട്ടൻ്റാ. 1 സ്റ്റോൺ, 2 സയൻ, 3 സോഡ്. നിന്റെ പ്രാണനിലൂടെ എന്ത് കിടക്കും? ഒരു വാൾ. നീ അനേകർക്കൊരടയാളമായിരിക്കും. നീ ഒരു ഇടർച്ചക്കല്ലായി മാറും, തടങ്കൽ പാറയായി മാറും. സ്റ്റോൺ, സൈൻ ആൻഡ് സോഡ്. 3 ശബ്ദങ്ങൾ തൻ്റെ പ്രവചനത്തിനകത്തുണ്ടായിരുന്നു. സന്ദർശനം തിരിച്ചറിഞ്ഞവർ, അതിൻ്റെ കാരണം പള്ളിക്കകത്തവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ ഉപവസിക്കുന്നവരായിരുന്നു. They were eagerly waiting. ദൈവത്തിൻ്റെ സമയം അറിയുന്നത് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർക്കാ. Praise God. എന്തിനാ പാസ്റ്ററെ അടുത്ത ആഴ്ച 7 ദിവസം ഉപവാസം? കുറെ മെനക്കെട്ട പാർട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണോ? അല്ല. ആലയങ്ങളിൽ പ്രാർത്ഥനകളും ഉപവാസങ്ങളും വെക്കുന്നത് നോയിങ് ദ ഹാർട്ട് ഓഫ് ഗോഡ്, നോയിങ് ദ ടൈം ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ സമയങ്ങൾ അറിയാൻ, ദൈവത്തിൻ്റെ ഹൃദയം അറിയാൻ, ത്രൂ ഫാസ്റ്റിംഗ്. ഞാൻ ഒത്തിരി പേരുടെ തെളിവുണ്ട്. നാളെ മുതൽ രാത്രിയിൽ നമ്മൾ ഇത് തന്നെയാണ് പ്രസംഗിക്കുന്നത്. ഈ സബ്ജക്റ്റിൽ നിന്നാണ് തുടരാൻ പോകുന്നത്. എങ്ങനെയാ ദൈവത്തിൻ്റെ സമയം അറിയുന്നത്? വെറുതെ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞവരല്ല. വിശുദ്ധ വേദപുസ്തകത്തിലെ, ബൈബിളിലെ ശക്തന്മാരായ പ്രവാചകന്മാർ ആഹാബിന്റെ കൊട്ടാരത്തിലോട്ട് ഒരു കൊടുങ്കാറ്റ് പോലെ കയറിച്ചെന്ന്, ഞാൻ പറഞ്ഞല്ലാതെ മഴ പെയ്യത്തില്ലെന്ന് ഒരു മനുഷ്യൻ വിളിച്ചു പറയണമെങ്കിൽ he knew, he learned, he discerned the time of God. 3 വർഷം കഴിഞ്ഞ് ഈ മനുഷ്യൻ വീണ്ടും വന്ന് പറയുക, ഇപ്പോൾ ദൈവം മഴ പെയ്യ്ക്കാൻ പോന്നെന്ന് പറയണമെങ്കിൽ he knew the time of God. വെറുതെ പൊട്ടത്തരം വിളിച്ചു പറയല്ല പുൽപ്പിറ്റിൽ നിന്നുകൊണ്ട്. He heard the sound of God. He knew the time of God. ദൈവത്തിന്റെ സമയം അറിയുക. എപ്പോഴാ ദൈവം ആകാശത്തിന്റെ കിളിവാതിൽ അടയ്ക്കുന്നത്, എപ്പോഴാ ദൈവം ആകാശത്തിന്റെ കിളിവാതിൽ തുറക്കുന്നതെന്ന് ഈ ഭക്തൻ തിരിച്ചറിഞ്ഞപ്പോൾ കൊട്ടാരത്തിൽ ചെന്ന് ആഹാബിനോട് പറയുക. Praise God. ദൈവം സമയങ്ങൾ അറിയിക്കും. ഒരു രാജാവിനോട് ദൈവം പറയുക, നിന്റെ സമയം അടുത്തു, ഗ്രഹകാര്യം എന്ത് ചെയ്തോണം? മരണത്തിന്റെ പോലും സമയങ്ങൾ അറിയിക്കുന്നവനാ ദൈവം. പക്ഷെ സമയങ്ങൾ അറിഞ്ഞ് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഈ ശിമയോൻ മാത്രമല്ല, വേറൊരു അമ്മച്ചിയുണ്ട്. 113 വയസ്സുള്ള ശിമയോനും 108 വയസ്സുള്ള ഒരു അമ്മച്ചി, അന്ന എന്നാ പേര്. 15ാമത്തെ വയസ്സിലാണ് കല്യാണം നടന്നേ. 7 വർഷമേ ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചോളൂ. പിന്നെ 84 വർഷം വിധവയായിട്ട് എവിടെ തന്നെയാ? ഷി വാസ് ഇൻ ദ ടെമ്പിൾ. ആലയം വിട്ടു പിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും. സമയം അറിഞ്ഞവരുടെയൊക്കെ ചരിത്രം പഠിച്ചാൽ അവർ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തവരാ. ഇന്നത്തെ തലമുറയുടെ പ്രശ്നം എന്താണെന്നറിയാമോ? ഈ ലോങ് ഫാസ്റ്റിംഗ് ഉണ്ട്, 40 days, 21 days. ഈ ലോങ് ഫാസ്റ്റിങ്ങിനൊക്കെ നമ്മളൊരു നിയോഗമില്ലാതെ കയറി ഇരിക്കരുത്. ഇരുന്നാൽ ഗുണത്തെക്കാളേറെ എന്ത് ചെയ്യും? ദോഷം ചെയ്യും. മോസസ് ലെഡ് ബൈ ഗോഡ് ഫോർ 40 days. അത് ദൈവം വിളിച്ച് മേലോട്ട് കയറ്റിയതാ. അല്ല മോശയ്ക്ക് തോന്നിയിരുന്നേ അല്ല. ആ പുള്ളി ഇരുന്നെങ്കിൽ പിന്നെ എനിക്കും എന്തായിരുന്ന ഇരുന്നു നോക്ക. അങ്ങനെ ചാടിക്കേറി ഇരിക്കാൻ പറ്റത്തില്ല. ജീസസ് 40 days ഇരുന്നത് ലെഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തുക. നിയോഗം ഉണ്ടെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ഇരുന്നാൽ മതി. നിയോഗം ഉണ്ടെങ്കിൽ ഉപവസിച്ചാൽ മതി. ആരെയും പ്രീതിപ്പെടുത്താൻ വേണ്ട. ഒരാത്മ നിയോഗം അകത്ത് വരട്ടെ. അങ്ങനെ ഉപവസിച്ചാൽ ആ കുടുംബത്തിൽ വിടുതല.
ഇന്നത്തെ പ്രശ്നം എന്താണെന്നറിയാമോ? ദീർഘ ദിവസങ്ങൾ ഉപവസിക്കുന്നു എന്നുള്ളതുമല്ല, ഷോർട്ട് ഡേയ്സുമല്ല. നോട്ട് ലോങ് ഡേയ്സ് ഓർ ഷോർട്ട് ഡേയ്സ്. നോ ഫാസ്റ്റിംഗ്. ഫാസ്റ്റിംഗ് എന്ന് പറയുന്നതേ ഇല്ല. ഡിഗ്രി തലയ്ക്ക് പിടിച്ചാൽ അങ്ങനെയൊക്കെ പഠിപ്പിക്കും ആളുകൾ. ഫാസ്റ്റിംഗ് ഒന്നും വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന്. അങ്ങനെയാണ് വിശുദ്ധ ബൈബിള് തിരുത്തി എഴുതണം. കൊച്ചു ഫാസ്റ്റിംഗ് മതി, കൊച്ചു ഫാസ്റ്റിംഗ് മതി. കഠിനോപവാസം ഒന്നും വേണ്ട. ഒറ്റ കാര്യത്തിന്, കർത്താവേ നിന്റെ സമയം ഒന്നറിയണം, എനിക്ക് നിന്റെ ഹൃദയം ഒന്നറിയണം. നോയിങ് ദ ഹാർട്ട് ഓഫ് ഗോഡ്, നോയിങ് റിയലി ദ വിൽ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ആ സമയങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്. ഏലിയാവിൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഏലിയാവിന് കാക്കയ, ദ റാവൻസ് പ്രൊവൈഡഡ് ഫുഡ് അല്ലേ? ആ ഫുഡ് കൊടുത്തപ്പോൾ ദൈവം ഫുഡ് ഇട്ടപ്പോൾ ടൈം ടേബിൾ ഇട്ട്, മെനു ഇട്ടായിരുന്നു. അപ്പവും ബീഫും. എപ്പോഴൊക്കെയാണ് കൊടുത്തതെന്ന് അറിയാമോ? മോർണിംഗ്, രാവിലെയും ഉച്ചയ്ക്കും. നോ, ദൈവം ടൈം ടേബിൾ ഇട്ടു. മോർണിംഗ് ഈറ്റിംഗ് ആൻഡ് മീറ്റിംഗ്, ഉച്ചയ്ക്ക് ഫാസ്റ്റിംഗ് ആൻഡ് മീറ്റിംഗ്, വൈകിട്ട് വീണ്ടും ഈറ്റിംഗ് ആൻഡ് മീറ്റിംഗ്. ഉച്ചയ്ക്ക് എന്തോ ഇല്ല, ഫുഡില്ല. അപ്പം ദൈവം ടൈം ടേബിൾ ഇട്ട് കൊടുത്തപ്പോഴും ഒരു നേരം എന്തോ ഇല്ലായിരുന്നു, ഫുഡില്ലായിരുന്നു. 2 നേരം കൊടുത്തു. ഇന്ന് നമുക്ക് ഒരു നേരം കുറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. പക്ഷെ ദൈവത്തിൻ്റെ ടൈം ടേബിളിനകത്ത് ഇതുണ്ട്. കാരണം അവൻ ദൈവത്തെ വിളിക്കണമെങ്കിൽ ശരിക്കും നമ്മുടെ വയറൊന്ന് എം ടി ആവണം. ഇടയ്ക്കിടയ്ക്കൊന്ന് എം ടി ആകുമ്പോഴാണ് ആ വിളി നന്നായിട്ട് ഉയരുന്നത്, ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നത്, ആ ശബ്ദം നന്നായി കേൾക്കാൻ പറ്റുന്നത്, ഒന്ന് കരയാൻ പറ്റുന്നത്. ദൈവത്തിൻ്റെ സമയം അറിയുവാൻ ഉപവാസവും പ്രാർത്ഥനയും ആവശ്യമാണ്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു. ദൈവത്തിൻ്റെ സന്ദർശനം അറിയുന്നത് എങ്ങനെയാ? ദൈവം കാലങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ലേ? ഈവൻ ലോക അവസാനത്തും എന്നാകുമെന്ന് ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ ലോകം എന്ന് അവസാനിക്കുമെന്ന്. അതെന്നാ പാസ്റ്ററെ? അത് ദാനിയേലിനോട് ചോദിച്ചാൽ മതി. നിനക്കും നിന്റെ ജനത്തിനും 70 ആഴ്ചവട്ടം ഞാൻ നിയമിച്ചിരിക്കുന്നു. എപ്പോഴാ ഈ മനുഷ്യൻ ഇത് അറിഞ്ഞെന്നറിയാമോ? ഉപവാസത്തിലും പ്രാർത്ഥനയിലും ഇരിക്കുക. ഈ പ്രാർത്ഥനയ്ക്ക് കാരണമുണ്ട്. കാരണം ദാനിയേൽ ഇപ്പോൾ കിടക്കുന്ന ആലയമുള്ളിടത്തല്ല. They were in Babylon, away from Jerusalem. There was no temple, there was no altar, there was no worship. But through fast, നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ റിയലി ഫാസ്റ്റിംഗ് ആൻഡ് പ്രെയർ കണക്റ്റിംഗ് ടു ഗോഡ് ആൻഡ് ഫൈറ്റിംഗ് വിത്ത് ഡെവിൾ. കണക്റ്റിംഗ് ആൻഡ് ഫൈറ്റിംഗ്. പിശാചിനോട് ഭയങ്കര യുദ്ധം പ്രഖ്യാപിക്കുന്ന ദിവസങ്ങളാണ്. അപ്പോൾ തന്നെ ദൈവവുമായിട്ട് കണക്ട് ചെയ്യുക, നന്നായിട്ട് ആ ബന്ധത്തിലേക്ക് കയറുകയാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ദാനിയേൽ എന്ന് പറഞ്ഞ മനുഷ്യൻ 9-ാം അധ്യായത്തിന്റെ 2-3 വാക്യം ഒന്ന് വായിച്ച് അവസാനിപ്പിക്കാം. ദാനിയേൽ, അവന്റെ വാഴ്ചയുടെ 1-ാം ആണ്ടിൽ തന്നെ ദാനിയേൽ എന്ന ഞാൻ യെരൂശലേമിന്റെ ശൂന്യാവസ്ഥ 70 സംവത്സരം തീരും എന്നിങ്ങനെ 70 സംവത്സരം കൊണ്ട് തീരും എന്നിങ്ങനെ യഹോവയുടെ അരുളപ്പാട് ജെരമ്യ പ്രവാചകൻ ഉണ്ടായ പ്രകാരം ഒരു കാലസംഖ്യ പുസ്തകങ്ങളിൽ നിന്ന് എന്ത് ചെയ്തു? I, Daniel, perceived, learned, understood, discerned in the books the number of years. ഞാൻ എവിടുന്ന ഒരു കാലസംഖ്യ മനസ്സിലാക്കിയത്? അടുത്ത ദിവസങ്ങളിൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കും. ഇസ്രായേൽ മക്കൾ പ്രവാസത്തിൽ കിടക്കുക. They were exiled. 2 വർഷം കഴിഞ്ഞപ്പോൾ അവിടെ കള്ളപ്രവാചകന്മാർ എഴുന്നേറ്റ് പറഞ്ഞു, വിടുതലുണ്ട്, ബന്ധനമുണ്ട്, വിടുതലുണ്ട്. ഇതൊക്കെയാണ് ഭാഷ. വിടുതലുണ്ട്, അടുത്ത വർഷം വിടുവിക്കും. നിങ്ങൾ ആരും ഇവിടെ വീട് വെക്കരുത്, നിങ്ങൾ ആരും ഇവിടെ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കരുത്, നിങ്ങൾ ആരും ഇവിടെ മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കരുത്, കാരണം നമ്മൾ അടുത്ത വർഷം ഇവിടുന്ന് അങ്ങ് പോവും. ജെരമ്യ പ്രവാചകൻ പറഞ്ഞു, അവർ കള്ളപ്രവാചകന്മാരാ. നിങ്ങൾ വീട് വെക്കണം, നിങ്ങൾ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കണം, 70 വർഷം നിങ്ങൾ ഇവിടെ കിടക്കണം. ഫാമിലി ഈസ് ഇമ്പോർട്ടൻറ്റ്.
70 വർഷം കഴിയാതെ ഇവിടുന്ന് ഒരു എക്സൈൽ ഒരു പുറപ്പാടില്ല. 70 വർഷം കഴിഞ്ഞപ്പോൾ, 70 വർഷം അടുക്കാറായപ്പോൾ ഒരു മനുഷ്യൻ ഈ കാലക്കണക്ക് തിരിച്ചറിഞ്ഞു. എങ്ങനെയാ തിരിച്ചറിഞ്ഞത്? ജെരമ്യാ പ്രവാചകന്റെ പുസ്തകം, അതിനകത്ത് എഴുതിയിരിക്കുക, പ്രവാസം 70 വർഷം, അത് കഴിയുമ്പോൾ ഞാൻ അവരെ മടക്കി വരുത്തും. ഇത് തിരിച്ചറിഞ്ഞ ആ മനുഷ്യൻ എന്ത് ചെയ്തെന്നറിയാമോ? ഉപവസിക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. He knew, he perceived, he learned. സമയമറിഞ്ഞ് പ്രാർത്ഥിക്കുക. എന്താ പ്രവാചകനാകുന്ന സെക്രിയ പറഞ്ഞെന്നറിയാമോ? പിന്മഴയ്ക്കായിട്ട് യഹോവയോട് അതിൻ്റെ കാലത്ത് പ്രാർത്ഥിക്കാൻ. ഉണർവ് എപ്പോഴും ഇല്ല, ഉണർവിനൊരു സമയമുണ്ട്. ആ സമയം അടുക്കുമ്പോൾ ദൈവം പലരെ എഴുന്നേൽപ്പിക്കും പ്രാർത്ഥിക്കാൻ. അവർക്കും ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഉണർവ് വന്നേന്ന്. ഉണർവിൻ്റെ സമയം ആയതുകൊണ്ട് നിങ്ങളെ എഴുന്നേൽപ്പിച്ചതാ പ്രാർത്ഥിക്കാൻ. ദൈവത്തിൻ്റെ സമയത്താണ് ദൈവം ഉണർവയക്കുന്നേ. അപ്പോൾ ചിലരെ പ്രാർത്ഥിക്കാൻ ഒരു ഉപകരണമാക്കിയെന്നേ ഉള്ളൂ. സമയം അറിയുക. ഒരു കൃഷിക്കാരന് സമയം അറിയാം, കൃഷിക്കാരന് വിതയുടെ സമയം അറിയാം. ഒക്ലഹോമയിലെ പല കൃഷിക്കാർക്ക് സമയം അറിയത്തില്ല, അതുകൊണ്ടാണ് കരിയാപ്പിലെടുത്ത് നേരത്തെ വെളിവെച്ചേ. പച്ചയായിട്ടിരുന്ന കരിയാപ്പില് 2 ദിവസം കഴിഞ്ഞപ്പോൾ കറുകറായിരിക്കുന്നു. എന്നാൽ ന്യൂയോർക്കിലെ ആൾക്കാർക്ക് അവർക്കറിയാം, അവർ നല്ല കർഷകർ, അവർ മദേഴ്സ് ഡേ കഴിയാതെ കരിയാപ്പിൽ വെളിവെക്കത്തില്ല. അവർക്ക് സീസൺസ് അറിയാം, ഒരു കറക്റ്റ് ടൈം നോക്കിയാ കാര്യങ്ങൾ ചെയ്യുന്നത്. ധൃതി പിടിക്കരുത് കേട്ടോ. വെയിറ്റ് ചെയ്യേ, വെതറൊന്ന് മാറട്ടെ, ഒന്ന് സൂര്യൻ പ്രകാശിച്ചാൽ ഉടനെ എൻ്റെ കരിയാപ്പലിനകത്ത് ആദ്യം കിട്ടണം സൂര്യപ്രകാശം എന്ന് പറഞ്ഞ് എടുത്തു വെച്ചു. മിക്കവാറും പേരുടെ കരിഞ്ഞു പോയിട്ടുണ്ട്, ആരും പറയാതിരിക്കുകയാണ്. നല്ല ഒരു കൃഷിക്കാരന് എപ്പോ വിതയ്ക്കണമെന്നറിയാം, എപ്പോ കൊയ്യണമെന്നറിയാം. കാരണം അവൻ സീസൺ അറിഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരു നല്ല പ്രാർത്ഥനക്കാരൻ അറിയാം എപ്പോൾ ദൈവത്തോട് നിലവിളിക്കണം, എപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. സമയമറിഞ്ഞ് പ്രാർത്ഥിക്കാൻ ദൈവം നമ്മളെ വിളിക്കുകയാ. സീസൺ മനസ്സിലാക്കി പ്രാർത്ഥിക്കാൻ. യഹോവേ, ഇത് നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയമാകുന്നു. ദൈവത്തിന് സമയമുണ്ട്, ഓരോന്നും ദൈവം. അതുകൊണ്ടാണ് ഏറ്റവും ഒടുവിൽ 14 സമയങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് ശലോമോൻ പറയുകയാണ്, എല്ലാം ദൈവം അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്യുന്നു. He may not be early, but he shall never be late. ഒരിക്കലും ദൈവം നേരത്തെ പ്രവർത്തിച്ചൊന്നും വരത്തില്ല, എന്നാൽ ദൈവം താമസിക്കത്തുമില്ല. ദൈവം എല്ലാം ചെയ്യുന്നത് പ്രോപ്പർ ടൈമിലാണ്. ഇന്ന് പകൽ ഞാൻ ചോദിക്കട്ടെ, ദൈവമേ കാര്യങ്ങൾ നടന്നില്ലല്ലോ എന്നുള്ള ആകുലതകൾ നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ, വെയിറ്റ് ഫോർ ദ ടൈം ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ സമയത്തിനായിട്ട് കാത്തിരിക്കുക. ചിലപ്പോൾ മറുപടി ഒരു ഇമെയിൽ ആയിട്ടായിരിക്കാം വരുന്നത്, ഒരു ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടായിരിക്കാം വരുന്നത്, ഒരു ഫോൺ കോൾ ആയിട്ടായിരിക്കാം വരുന്നത്. ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ ഒരു ദിവസം വൈകത്തില്ല, ഒരു ദിവസം ഏർലി ആകത്തില്ല. ഇൻ ദ ഡ്യൂ ടൈം, ഇൻ ദ പ്രോപ്പർ ടൈം. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ. തക്ക സമയത്ത് ഉയർത്തുന്ന ദൈവമാണ്, തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവമാണ്. ദൈവത്തിൻ്റെ സമയം അടുക്കുമ്പോൾ ദൈവം ആലയത്തിൽ ചിലരെ പരസ്പരം അറിയാതെ ചില രാത്രികളിലും യാമാരംഭങ്ങളിലും എഴുന്നേൽപ്പിച്ച് പ്രാർത്ഥിപ്പിക്കാൻ തുടങ്ങും. നമ്മുടെ കുടുംബത്തിൻ്റെ വിടുതലിൻ്റെ സമയമാകുമ്പോൾ ദൈവം നമ്മളെ ഉണർത്തിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങും. ഇതിനെയൊക്കെ നമുക്ക് അലക്ഷ്യമായി കാണാൻ കഴിയും, പക്ഷേ സമയം കഴിഞ്ഞിട്ട് നമ്മൾ ലജ്ജിച്ചു പോകരുത്. ഒരു മനുഷ്യൻ ഓടി റെയിൽവേ സ്റ്റേഷനിൽ ചെന്നു. റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ട് പറഞ്ഞു, സർ 801 ട്രെയിന് എപ്പോഴാണ് പോകുന്നത്? പറഞ്ഞു 801 പോകുന്നതെന്ന് പറഞ്ഞു. 801 പോകുന്നത്. ഓ താങ്ക്, എൻ്റെ വാച്ചിൽ 7:59 ആയുള്ളൂ. 7:59 ആയുള്ളൂ. ടവറിലെ ക്ലോക്ക് ഞാൻ നോക്കി, അവിടെ 7:57 ആയുള്ളൂ. പക്ഷേ ഈ റെയിൽവേ ക്ലോക്കിൽ മാത്രം 8:04 ആയേക്കുന്നു. പറഞ്ഞു, ഞാൻ ഏതാ വിശ്വസിക്കേണ്ടത്? പറഞ്ഞു, നിനക്ക് ഏത് സമയം വേണമെങ്കിലും വിശ്വസിക്കാം. ടവറിലെ സമയം വേണമെങ്കിലും വിശ്വസിക്കാം, നിന്റെ വാച്ചിലെ സമയം വേണമെങ്കിലും വിശ്വസിക്കാം, റെയിൽവേയിലെ വേണമെങ്കിലും. പക്ഷേ 801 ട്രെയിൻ ഇനി നിനക്ക് കിട്ടത്തില്ല.
ഇവിടുത്തെ ട്രെയിൻ പോകുന്ന ഇവിടുത്തെ ക്ലോക്ക് അനുസരിച്ചാ. നീ ജീവിക്കുന്ന നിന്റെ വാച്ച് അനുസരിച്ചല്ല. നീ ജീവിക്കേണ്ട ദൈവത്തിന്റെ സമയം അറിഞ്ഞ. ട്രെയിൻ പോയിട്ട് ബുദ്ധിമുട്ടിയിട്ടും കരഞ്ഞിട്ടും കാര്യമില്ല കേട്ടോ. ദൈവം നിന്റെ വീടിനടുത്തോടെ വരുമ്പോൾ തിരിച്ചറിഞ്ഞ് പിടിച്ചോണം. ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കോണം. സമയം കഴിഞ്ഞിട്ട് നിലവിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. God is always working according to the clock of God. നീ നിന്റെ സമയം നോക്കിയോ നാട്ടുകാരുടെ സമയം നോക്കിയോ അല്ല കാര്യങ്ങൾ ചെയ്യേണ്ടത്. ദൈവത്തിൻ്റെ ടൈം അറിയണം. നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. എല്ലാ ദൈവമക്കൾക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. ഹല്ലേലൂയ ജീസസ്. ദൈവമായ കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയാണ്, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. പരിശുദ്ധനെ, ദൈവത്തിൻ്റെ ടൈം അറിഞ്ഞ്, ദൈവത്തിൻ്റെ കാലങ്ങൾ അറിഞ്ഞ്, ദൈവത്തിൻ്റെ സമയങ്ങൾ അറിഞ്ഞ്, ഹല്ലേലൂയ യഹോവേ, ഇത് നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയമാകുന്നുവെന്ന് സങ്കീർത്തനക്കാരനോട് ചേർന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും?